തീരുമാനിക്കുന്നത്. മുഖശ്ശേരി എഴുതും, മുഖശ്ശേരി എഴുതി എന്നെ വായിച്ച് കേൾപ്പിക്കും. ഞാനൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് ഒരാളായിട്ട് നിൽക്കുക. അപ്പോഴും ഒറിജിനൽ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മറന്നു തോന്നും. പിന്നെ ഞാൻ പറ്റിപ്പോകും. ശരി പക്ഷേ ഇങ്ങനെ എന്നിട്ട് കളിയാക്കത്തില്ല. തിരുനെല്ലി കാട് പൂത്തു, തിന തിന്നാൻ കിളി ഇറങ്ങി, കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ. അങ്ങനെ പറഞ്ഞു. ഒന്ന് സൂപ്പറായിരിക്കുന്നു ചോദിച്ചാൽ അയ്യോ നല്ല കുറച്ച് പ്രാസമൊക്കെ വെച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ. പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കഴിഞ്ഞിട്ട് അവരുടെ അടുത്തൊന്ന് ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ ഹലോ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നില്ല. അവർ ഉപേക്ഷിച്ചിട്ട് അവരായിരുന്നു ഭാഗമൊക്കെ ചോദിച്ചാൽ ഞാൻ ട്യൂൺ ചെയ്യട്ടെ ചേട്ടാ. അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ. അവിടെയാണ് എന്റെ നാമക്കേട്. അപ്പൊ ഞാൻ ശരിയല്ല ഞാൻ പലരും തിരുനെല്ലിക്കാട് പൂത്തു തിന തിന്ന ചേട്ടന് സൂപ്പറായിരിക്കുന്നേട്ടോ, നന്നായിരിക്കുന്നു. ആണല്ലേ ഉർവശി? ഇത് ഉർവശി വെച്ചു ആരെ കാണിക്കല്ലേ. പരിഹാസം കേൾക്കാൻ വലിയ ഉർവശി. നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂ ആർക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ടോ ഉപേക്ഷിച്ച പാട്ട് ഇല്ല അവരുടെ അറിയാം കേട്ടോ. ബഹദൂരങ്ങൾ മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക്. മുകേഷിന്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാറ്. അപ്പൊ ഞാനിത് വിളിച്ചു. ഞാൻ സൂപ്പറായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ട് എറണാകുളത്തോട്ട് പോവുക. വേറൊരു പടത്തിൽ ഷൂട്ടിങ് വണ്ടി കയറിയിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പനാണ്. കുട്ടപ്പന്റെ വണ്ടിയാണ്. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും. ഭയങ്കര സ്പീഡാണ്. ഇതിന് 5 മിനിറ്റ് പറഞ്ഞു കുട്ടപ്പ പാട്ട് കുറെ പാട്ട് കഴിക്കാൻ വന്ന് അടുത്തത് നല്ലൊരു പാട്ട് കാസറ്റാണ്. യേശുദാസും ഇത് ചേർന്ന് ആരംഭിക്കുന്ന ഗാനം. നമ്മൾ നേരത്തെ കാസറ്റ് ഇറക്കുമല്ലോ. ദാസേട്ടും വേറെ തിരുനെല്ലിക്കാട്. അയ്യോ അതിനിടയ്ക്ക് ഈ പാട്ട് സിനിമയിൽ എടുത്തോ അന്നേച്ചു ഞാൻ പാടി ചേച്ചി. ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് കേരളമില്ലാത്ത കാലം എല്ലാവരും കൂടിയിരുന്ന് ഒരു കുടുംബത്തിലെ പോലെ അംഗങ്ങളെ പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കുവാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുകയാണ്. ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ്. സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ ഏത് എക്സ്പ്രഷനുകളും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം. ഒരു നടൻ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി പോകുന്നത്. എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. രാത്രിയിൽ യാത്രയായിരുന്നു. എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട്. ഞാനൊരു കസേരയിട്ടിട്ട് കുറച്ചൊന്ന് മാറി നിന്നപ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ്. അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അത്രയും ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാര്യം എല്ലാ ഭാഷകളിലും തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, പിന്നെ 1-2 ഭാഷകൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുളു ഭാഷയിലൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അരുണാചൽ പ്രദേശിൽ വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ട് തോന്നില്ല എന്ന് പറഞ്ഞു. അന്നും ഇതൊക്കെ തന്നെയാണ് പല പല ഭാഷകളിലുള്ള. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉർവശിയുടെ ഒരു സൗഹൃദം നാച്ചുറലി കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും 1921 എന്ന് പറയാൻ മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങൾ ഒന്നാണ്. ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട, കാളവണ്ടിപ്പട, പിന്നെ മേക്കപ്പിന്റെ വണ്ടി. ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് ഉപേക്ഷനും പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ എന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ അപ്പ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് മനക്കേട് സഹിക്കാനില്ല. ഞാൻ ആ ലൊക്കേഷനിൽ എല്ലാവരോടും പറഞ്ഞു ഈ പാട്ടിനെ കുറിച്ച്. 4 ദിവസം കഴിഞ്ഞ് പോകണം. ഹസ്ബൻഡ് മുകേഷനെ കാണോടെ എല്ലാവരും മുകേഷ് എന്ത് പറഞ്ഞ് തോപ്പിക്കാം. ഒന്നും പറഞ്ഞ് തോപ്പിക്കാൻ പറ്റില്ല.
ശരിക്കുള്ള ജീവിതം